ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാഷ് ഡിസൈൻ ഷൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ വാങ്ങുന്ന ടോപ്പ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയ ടോപ്പോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ട് കിട്ടിയ ടോപ്പോ ഒക്കെ നമുക്ക് കുറച്ചും കൂടി ലെങ്ത്ത് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് എനിക്ക് കുറച്ചും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ സ്ലീവാണ് അയച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്ലീവ് അയച്ചെടുത്ത് താഴെ ബോട്ടം പാർട്ടിൽ വെക്കുമ്പോൾ ഇതേ ഒരു ഫാബ്രിക് തന്നെയാണ് കിട്ടുന്നത്. ഫൈനൽ ഔട്ട്ഫിറ്റ് നന്നായിരിക്കും. അതർവൈസ് ബ്ലാക്കോ മറ്റോ ഫാബ്രിക്കോ വെച്ചാൽ അതൊരു വെച്ച് കെട്ടിയ പോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ എന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്ലീവ് ജോയിൻ ചെയ്ത് ആ ഒരു വിഡ്ത്തിലേക്ക് എത്തിക്കണം. ഞാൻ അയച്ചെടുത്ത സ്ലീവിൻ്റെ പാർട്സാണ് ഇതൊക്കെ ജോയിൻ ചെയ്ത് വിഡ്ത്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. 27 ആണ് ബോട്ടം പാർട്ടിലെ വിഡ്ത്ത് കിട്ടിയത്. അപ്പോൾ ആ ഒരു 27ഉം അല്ലെങ്കിൽ അതിൽ കൂടുതൽ 2 ഇഞ്ചോ കൂടുതലായിട്ട് വിഡ്ത്ത് കിട്ടണം. അപ്പോൾ എനിക്കിവിടെ ഇതൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ 32 ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ജോയിൻ ചെയ്തതിന് ശേഷം സീം അലവൻസ് കഴിഞ്ഞാൽ ആ ഒരു 32 29 ആയിരിക്കും കിട്ടുക. ഇപ്പോൾ 29 ആയിട്ടാണ് ഞാൻ എടുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ലീവിലെ പാർട്ടാണ്. ഇതുപോലെ മറ്റ് സ്ലീവിൻ്റെയും പാർട്ടുണ്ട്. അപ്പോൾ അതും ജോയിൻ ചെയ്ത് ബാക്ക് ഭാഗത്തെ ബോട്ടം പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ 27 വിഡ്ത്തും ബാക്കിൽ 27 വിഡ്ത്തുമാണ് കിട്ടേണ്ടത്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ സ്ലീവ് ഉണ്ടായിരുന്നത് പഫ് സ്ലീവ് പോലെയായിരുന്നു. അത്യാവശ്യം വലിയ സ്ലീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബോട്ടം പാർട്ടിൽ വെക്കാൻ അത്യാവശ്യം ഫാബ്രിക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതാ എല്ലാം കൂടി ജോയിൻ ചെയ്ത് കട്ട് ചെയ്തും ഒക്കെ ഇങ്ങനൊരു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഈ ഒരു 3 പീസും ജോയിൻ ചെയ്ത് ഫ്രണ്ട് പാർട്ടിലേക്കും ഇതുപോലെ മറ്റൊരു 3 പീസ് കിട്ടിയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ. അത് ബാക്ക് പാർട്ടിലേക്കും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തതിന് വേണ്ടി. ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇത് ബാക്ക് പാർട്ടിലേക്കുള്ളതാണ്. ഇത് നല്ല വശവും തമ്മിൽ വെച്ച് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല വശം തമ്മിൽ വെച്ച് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തായി സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ബ്ലാക്ക് ഫാബ്രിക്കിൽ വെക്കാം. അപ്പോൾ സ്ലീവ് ബ്ലാക്കിൽ വെക്കുമ്പോൾ അത്ര ബോറായിട്ട് തോന്നുന്നില്ല. ബോട്ടം പാർട്ടിൽ വെക്കുമ്പോൾ അത്ര കംഫർട്ടായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് സ്ലീവ് ബ്ലാക്ക് ഫാബ്രിക്കിൽ സ്ലീവ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫാബ്രിക് അല്ല, ഒരു ക്രഷ് ഫാബ്രിക്കാണ്.
അപ്പോൾ സാധാരണയായി സ്ലീവ് ചെയ്യുന്നത് പോലെ 4 ഫോൾഡ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പഫ് സ്ലീവ്, അതായത് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗം ഒരു ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോട്ടം പാർട്ടിൽ സ്ലീവിൻ്റെ ഓപ്പൺ പാർട്ടിൽ സ്ലീവിൻ്റെ എൻഡിൽ അതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ലീവാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് 20 എടുക്കുന്നത്, 18 ആവശ്യമുള്ളത്. 2 ഇഞ്ച് സെയിം അലവൻസോട് കൂടിയിട്ട് 20 മാർക്ക് ചെയ്തു. ആം ഹോൾ ലെങ്ത്ത് 8.5 ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആക്ച്വൽ ലെങ്ത്താണ് ആം ഹോളിൻ്റെ. അവിടെ നിന്നൊരു 3 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. 8.5 മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു കർവ് ഷേപ്പിൽ മീത്തെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 8.5 ആ ഒരു പോയിന്റിൽ നിന്നും നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു 2 ഇഞ്ച് സീം അലവൻസിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവിൻ്റെ എൻഡ് പാർട്ടിൽ ടോട്ടലായിട്ട് കിട്ടുന്നത് 8 ഇഞ്ചാണ്. ഇപ്പോൾ ഇവിടെ 4 ഫോൾഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട്, അതായത് 2 ഫോൾഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് 8 ഇഞ്ചിൻ്റെ പകുതി 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 8ൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, അതായത് 16 അപ്പോൾ ഇവിടെ 4ൻ്റെ ഡബിൾ, അതായത് 8. ഇപ്പോൾ 5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഫ്റ്റർ പ്ലീറ്റ്സ് ഇത് ആക്ച്വൽ ലെങ്ത്തിലേക്ക് എത്തുന്നതാണ്. 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇതുപോലെ ഇനി വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിവർത്തിയിടുമ്പോൾ ഇവിടെ 18 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് 8 ഇഞ്ചാണ്. വിത്ത് സീം അലവൻസ് 9 ഇഞ്ചാണ് ആവശ്യമുള്ളത്. അപ്പോൾ ബാക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ലൈനിങ്ങിന് വേണ്ടി ഞാൻ ഇതുപോലൊരു ബ്ലാക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ പ്ലീറ്റ്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത് ലൈനിങ്ങിൽ. ഇത് നമുക്ക് തന്നെ സ്ലീവ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും തമ്മിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അഗെയിൻ വീഡിയോ കാണാം. ഇതുപോലെ ടിപ്സും ആൻഡ് ഒരു ഡിസൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്